ഹലോ, നീണ്ട ഒരു വർഷത്തിന് ശേഷം നമ്മളൊരു സ്റ്റാർ ഉണ്ടാക്കാൻ പോകട്ടോ. ക്രിസ്മസ് ഒക്കെ ആയില്ലേ, സ്റ്റാറൊക്കെ വേണ്ടേ? അപ്പോൾ ഒരു പേപ്പർ, ഒരൊറ്റ A4 ഷീറ്റ് മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ. അതും ഒരു യെല്ലോ കളർ പോലത്തെ ഒരു കളറാട്ടോ, ലൈറ്റ് യെല്ലോ അങ്ങനെ പറയാം. എന്നിട്ട് അത് 6 പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ നമ്മുടെ സ്റ്റാറിന് എത്രത്തോളം വലിപ്പമുണ്ട്. പക്ഷേ സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഞാൻ തുടക്കം തൊട്ട് ഒടുക്കം വരെ പാളി 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 ചെയ്തൊരു സ്റ്റാർ മേക്കിംഗ് ആണ് കേട്ടോ ഇത്. എന്നിട്ട് ഞാൻ ഈ കാണുന്ന പോലെ കട്ട് ചെയ്തത് ഇതുപോലെയൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. ആദ്യം 6 പേപ്പർ നമ്മളിതുപോലെ നന്നായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു പേപ്പറിൻ്റെ അളവ് തന്നെ മറ്റ് പേപ്പറും മടക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെ മടക്കി വന്നപ്പോൾ എനിക്ക് കുറേ സമയം പിടിച്ചിട്ടോ. ഏകദേശം നമ്മൾ ഈ കുഞ്ഞ് സ്റ്റാർ ഉണ്ടാക്കാൻ 15 മിനിറ്റ് എടുത്തു. ഞാനൊരു ഷോർട്സ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. പക്ഷേ മൊത്തത്തിൽ വീഡിയോ ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടോ. അതായത് നമ്മുടെ സ്റ്റാർ ഉണ്ടാക്കാൻ 15 മിനിറ്റ് ആയിന്ന് സാരം. ഇങ്ങനെ കഷ്ടപ്പെട്ട് മടക്കിയിട്ട് ഒട്ടിക്കാൻ നോക്കുമ്പോൾ പശയും വേനില്ല. എന്നിട്ട് കഷ്ടപ്പെട്ട് കുറച്ച് പശയൊക്കെ ഒപ്പിച്ച് അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടിച്ചെടുത്തിട്ട് അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒട്ടിച്ച പേപ്പർ മടക്കുക. ഇത്രയും വലിയ പേപ്പർ നമ്മൾ മടക്കണം. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. അപ്പോൾ ഞാനത് 6 ഒട്ടിച്ച ഒരു സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനത് ഓരോന്നായിട്ട് മടക്കുന്നുണ്ട്. സാവധാനം മടക്കുന്നുണ്ട് കേട്ടോ. സാവധാനത്തിലില്ല, വേഗം ചെയ്യണം എന്നുള്ളൊരു വെപ്രാളായതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഒരു ഡിസൈനൊക്കെ വരച്ചിട്ട് അതൊക്കെ കട്ട് ചെയ്തു. 2 സൈഡിലും അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ 2 സൈഡ് കട്ട് ചെയ്യണമെന്നില്ല, ഒരു സൈഡ് കട്ട് ചെയ്താലും നല്ല ഭംഗിയുണ്ടാവും. ഞാൻ ഒരുപാട് വീഡിയോസിൽ അങ്ങനെ ഒരു സൈഡ് മാത്രം കട്ട് ചെയ്തിട്ടില്ല സ്റ്റാറും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ എന്തായാലും 2 സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നമുക്കൊരു ഊഹത്തിന് അളന്ന് വരയ്ക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതും പാളി. ഓരോ പേപ്പറിനും ഓരോ തരം കട്ടിങ് ആയിരുന്നു കേട്ടോ. എന്ത് ചെയ്യാനാണ്. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം ഒരു സ്കെച്ച് എടുത്തിട്ടില്ല, അതിൻ്റെ പുറത്തു കൂടെയാണ് നമ്മൾ വെട്ടണത് കേട്ടോ. അതായത് നമ്മൾ വരച്ചിട്ടില്ല, അതിൻ്റെ പുറത്തു കൂടെയാണ് കട്ട് ചെയ്യണതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് കുറച്ച് വലുതാക്കി കട്ട് ചെയ്യണമെന്ന് മാത്രം. അങ്ങനെ തന്നെ ഈ കാണുന്നുണ്ടല്ലോ, അതുപോലെയൊക്കെ തന്നെ. എന്നിട്ട് നമ്മൾ 2 സൈഡും കട്ട് ചെയ്തെടുത്തു. അതും കുറേ സമയം എടുത്തു കേട്ടോ. എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഓരോരോ പേപ്പറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 6 പേപ്പറും അങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷമായിട്ടോ. ഇങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നത് കാണാൻ. എന്നിട്ട് പിന്നെ ഒട്ടിക്കാൻ നോക്കിയപ്പോൾ അപ്പോഴും പശ വരുന്നില്ല. എന്നിട്ട് വീണ്ടും ഞാനതിനെ കഷ്ടപ്പെട്ട് പശ വരുത്തി. എന്നിട്ട് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഒട്ടിച്ചു കൊടുത്താൽ മാത്രം പോരാ, അതിൻ്റെ നമ്മൾ മടക്കിയിട്ടില്ലേ അവിടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ പേപ്പറായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓരോരോ പേപ്പറായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വന്നപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത് കേട്ടോ. കാരണം വേറൊന്നുമില്ല, നമ്മൾ അളവെടുത്ത് വെട്ടിയ പേപ്പറുകളൊക്കെ ആണല്ലോ ഇത്. പക്ഷേ ഓരോന്നും കട്ട് ചെയ്തത് വേറെ സൈസിലായിപ്പോയി. അപ്പോൾ നമുക്ക് ഓരോ കട്ടിങ്ങിൻ്റെ ഗ്യാപ്പ് കൂടെ മറ്റേ പേപ്പർ കാണാം. എന്നാലും ഞാൻ തളരില്ല, ബാക്കി പേപ്പറും കൂടി ഒട്ടിച്ചു. ഞാൻ സക്സസ് ആവുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അഥവാ അല്ലെങ്കിൽ ഇനിയും പേപ്പർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ ഓരോരോ പേപ്പറായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല അമർത്തി ഒട്ടിക്കുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് ഒട്ടാൻ വേണ്ടി. ഇതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് അറിയണം. കാരണം പാളിപ്പോയോ ഇല്ലയോ സക്സസ് ആയോ എന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. അതുകൊണ്ട് ഞാൻ വേഗം ഒട്ടിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കി നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. 6 പേപ്പറേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഒട്ടിച്ചിട്ടും തീരുന്നുണ്ടായിരുന്നില്ല. ഞാൻ ലാസ്റ്റ് 6ാമത്തെ പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് ആ സൈഡിൽ എന്തെങ്കിലും പശ തേച്ചെന്ന് ഞാൻ ഓർത്തത്. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരം അമർത്തിയിട്ടൊക്കെ പിടിക്കുന്നുണ്ട്, വേഗം സെറ്റാവാൻ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് ഞാൻ അത് നിവർത്തി നോക്കുമ്പോൾ ഫുള്ള് നിവർത്താനായപ്പോൾ ഒരു സൈഡ് പറഞ്ഞു വന്നു. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടി നല്ല സെറ്റാവാൻ വേണ്ടി നല്ല അമർത്തി പിടിക്കുന്നുണ്ട് കേട്ടോ. സെറ്റാവുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാട്ടിലും കൂടുതൽ അങ്ങനെയൊക്കെ പറയാം. എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. മൊത്തം പാളരായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ഇങ്ങനൊരു സാധനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതേ ഇല്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെ മണ്ടത്തരം കാണിച്ചാലും നമുക്ക് നല്ലൊരു സ്റ്റാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് പാറ്റേണുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.